ഡസ്കി സ്കിന്നിന് ചേരുന്ന കുറച്ച് ലിപ്സ്റ്റിക്സ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം കുറച്ച് പേർക്കെങ്കിലും ഇത് മനസ്സിലായി കാണും. നൈക്ക ചായ് ആണിത്. നൈക്ക ചായ് ഇത് ഓൾഡ് വേർഷനാണ്, പക്ഷെ പുതിയതിനും സെയിം കളർ. എന്റെ കയ്യിൽ പുതിയതും ഉണ്ടായിരുന്നു, സെയിം കളർ തന്നെ. ഇതൊരു ന്യൂഡ്, നമ്മളങ്ങനെ കുത്തണ കളറൊന്നുമല്ല, ചെറിയൊരു പിങ്ക് ടോണും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ്. ഇനി ഒരു ലിപ് ഗ്ലോസ് ആയാലോ? ഇത് ഫേസസ് കാനഡയുടെ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് ഞാൻ എപ്പോൾ ഇട്ടാലും ആരെങ്കിലും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇത് ഏതാണ്. ഇത് ഞാൻ പെയർ ചെയ്യുന്നത് ഒരു ബ്രൗൺ ലിപ് ലൈനർ വിത്ത് ഈ ലിപ് ഗ്ലോസ് ആണ്. ഭയങ്കര ഭംഗിയായി ലിപ് ഗ്ലോസ് കാണാൻ. നിങ്ങളൊരു ഡാർക്ക് കളർ ലിപ് ലൈനറും കൊടുത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ ഒരു ലിപ് ഗ്ലോസ്. ഫേസസ് കാനഡയുടെ ബിയോണ്ട് ഷൈനിൽ വരുന്ന ഒരു ലിപ് ഗ്ലോസ് ആട്ടോ ഇത്. ഇനി ന്യൂഡ് ഷെയ്ഡ് വേണം. ഇറ്റു എന്ന് തോന്നുകയും ചെയ്യരുത്, എന്നാൽ ഇറ്റു തോന്നിയും വേണം. സോറി, ഇറ്റു എന്ന് തോന്നുകയും ചെയ്യരുത്, എന്നാൽ ലിപ്പ് ഒരു ഈവൻ ടോൺ ആവണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ഷെയ്ഡാണ് ലാക്മേയുടെ. കണ്ടോ, ഇതിന്റെ ലിപ് കളർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അടിപൊളി സാധനമായത്. ഇതിന് വലിയ റേറ്റും ഇല്ല കേട്ടോ, അടിപൊളി സാധനമാണ്. ഇത് ലാക്മേയുടെ ഡ്രൈവിംഗ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. സ്റ്റിക്നെസ് ഒന്നുമില്ല, അത്ര ഡ്രൈയിങ് അല്ല, നല്ല കംഫർട്ടബിളാ, ലൈറ്റ് വെയിറ്റ് ആണ്. നീ ഇതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല. ഇതിന്റെ രണ്ടാമത്തെ ചുമ്പ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സങ്കറിയ വീക്കെൻഡ് എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. ഞാൻ എല്ലാം ഷെയ്ഡിന്റെ പേര് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കാം, പിന്നെ ലിങ്കും ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് വെച്ച് മേടിച്ചിരുന്നാൽ മതി. പക്ഷേ ഇത് അടിപൊളിയാണ്, നിങ്ങൾ ട്രൈ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ എന്റെ ഒരു ഷെയ്ഡാണ് എന്നുണ്ടെങ്കിൽ നല്ലതാ, അടിപൊളിയായിട്ട്. എന്റെ ഷെയ്ഡ് കുറച്ചും കൂടെ ഡാർക്ക്, 2-3 ഷെയ്ഡ് ഡാർക്ക് ആണെങ്കിലും ഇത് അടിപൊളിയായിട്ട് ചെയ്യും. കണ്ടോ, ഇതിപ്പോ ഞാൻ തുടച്ചു, ഇപ്പൊ ലിപ്സ്റ്റിക് ഇല്ല, ബട്ട് സ്റ്റിൽ എന്നാ ഇടയ്ക്കിടയ്ക്ക് ഡാർക്ക് പാച്ചസ് ഉണ്ട്. പക്ഷെ അതൊന്നും മറ്റേ ലാക്മേയുടെ ലിപ്സ്റ്റിക് ഇത് അറിയില്ല, നല്ല ഭംഗിക്കിരിക്കും. നാരങ്ങീള ഫേമസ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഫേസസ് കാനഡയുടെ. ഇത് ഇടയ്ക്ക് എനിക്ക് ചേരും, ഇടയ്ക്ക് ചേരില്ല. ഇതാണ് ഷെയ്ഡ്. പക്ഷെ ഞാൻ പറയാം, ഈ കളർ അല്ല നേരിട്ട്, കുറച്ചും കൂടെ ബ്രൈറ്റ്, കുറച്ചുകൂടെ ഷാർപ്പ് ഷെയ്ഡാണ്. ഇതല്ല ഷെയ്ഡ് ഇതിന് കാണുന്നത്. പക്ഷെ ഏതാണ് ഇങ്ങനെ ഇരിക്കും, പക്ഷെ പൊട്ടിക്ക് കുറച്ചുകൂടെ ബ്രൈറ്റാ. കുഴപ്പമില്ല, എന്നെക്കാളും കുറച്ചും കൂടെ ലൈറ്റ് ആണെങ്കിൽ ചിലപ്പം നന്നായിട്ട് ചേരുമെന്ന് തോന്നും. ഇത് പേര് പറയാൻ പറഞ്ഞത് അല്ലേ, ഫേസസ് കാനഡ കൊക്കോ ക്രഷ്. എല്ലാവർക്കും അറിയാം ഇത് ഫേസസ് കാനഡ കൊക്കോ ക്രഷ് ആണ്. എന്റെ ഈ ഒരു ഷെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചിലപ്പം ഒരു ഭയങ്കര ബ്രൈറ്റ് കളറായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. നൂടല്ലേ ഇത്, ചുണ്ടരച്ചരച്ച് തീർന്നു. ഇനി ഒരു ലിപ് ക്രയോൺ കണ്ടാലോ, ഇത് കുറെ നാളുകൊണ്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതൊരു അഗെയിൻ എഴുതണ്ട, നെത്ര ഇടാറില്ല. ഇതൊക്കെ നല്ല മൊബൈൽ ഉണ്ടല്ലേ. ഞാൻ ലിപ് ലൈനർ നമുക്ക് പുള്ളിയാ ഇടുന്നത്. കുറച്ച് ലിപ് ലൈനർ വരച്ചിട്ട് ഇതിന്റെ നടുക്ക് തൊട്ട് കൊടുക്കും. ഞാനത് കാണിച്ചേ. എന്റെ ലിപ് ലൈനർ കാണുന്നില്ല കേസ്. ഞാൻ അതിന് പകരം ഇത് എനിക്ക് സ്ഥിരം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ലിപ് ലൈനർ കാണാണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഇത് ഇൻസൈറ്റിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് ഡിസ്ഗ്രേസ്. ഇത് എനിക്ക് നല്ല ഡാട്ട ഞാൻ കാണിച്ചു. കണ്ടോ, എനിക്ക് ഡാർക്ക് ആകും. എനിക്ക് ഇത്ര ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമല്ല. ഡാർക്ക് ആണെന്ന് മാത്രമല്ല സ്റ്റിക്കിയാണ് കുറച്ച്. ഇതപ്പം ഞാൻ എങ്ങനെയാ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, ഇങ്ങനെ ലിപ് ലൈനറുകൾ കാണാത്ത സമയത്ത് ഞാൻ കണ്ണാടി എടുത്തിട്ട് വരാം. ഓക്കെ, കണ്ണാടി കിട്ടി. ഇങ്ങനെ ലിപ് ലൈനർ കാണാത്ത സമയത്ത് ഞാൻ ഇതുണ്ടോ പറിച്ചിട്ട് പോലും ഒരു സ്റ്റിക്കിനെസ് ഉണ്ട്. പക്ഷെ നമുക്ക് ലൈനിങ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആക്കുന്നുണ്ട് നമ്മുടെ ലിപ്സ്റ്റിക്കിനെ. ഇത് വെച്ച് ഞാൻ ലൈൻ ചെയ്യും, എന്നിട്ട് ഞാൻ മറ്റേ ഇടിയോട്ട് കളർ കാണിച്ചു തരാം. കളയാൻ പറ്റത്തില്ലല്ലോ, കാശ് മനസ്സിലല്ലേ. ഇനി നമ്മുടെ ഇടിയോട്ട് കളർ ലിപ് ക്രയോൺ മാഴ്സിന്റെ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. ഇത് വെച്ച് നമ്മൾ ടോപ്പ് ചെയ്യും. കണ്ടോ, ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്ത് തോന്നുന്നു എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയാണ് കാണാൻ. ഇത് ഭയങ്കര രസമായിട്ട് ഈ ഒരു കോമ്പോ. ഈ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് അടിപൊളി ഷെയ്ഡാ. നിങ്ങൾ നടുക്കൊന്ന് തൊട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. നമ്മൾ പോകുന്ന ബ്രൈറ്റ് അടിപൊളി ഷെയ്ഡ്. നോക്കണേ, ഡെയിലി യൂസ് ചെയ്യരുത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല. ഞാൻ വല്ല എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ ആണ് ഈ ഇൻസൈറ്റിന്റെ ഈ ലിപ്സ്റ്റിക് ഇടാറില്ല. കാരണം എന്റെ ചുണ്ടിന്റെ ഡാർക്ക്നെസ് ഞാൻ മാറ്റാൻ കുറേ പഠിപ്പിച്ചു. വീണ്ടും ഇത്രയ്ക്ക് സ്റ്റിക്കി ഡ്രൈ ആയിട്ടുള്ള ലിപ്സ്റ്റിക് നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആയി. ഇനി ഒരു കുട്ടി ലിപ്സ്റ്റിക്കിനെ കാണിച്ചു. ഈ സാധനം ഞാൻ പറയാം, നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോറിൽ പോയി വാങ്ങിക്കാത്തതാണ് നല്ലത്. പിന്നെ എനിക്ക് ഷെയ്ഡ് ചേരുമോ എന്ന് സംശയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യാം. കാരണം ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര റേറ്റാ. പക്ഷെ നിങ്ങൾ ഓൺലൈനിൽ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വില കുറവ് കിട്ടും. ഇതും അഗെയിൻ ഒരു പിങ്ക് ഷെയ്ഡാണ്, പക്ഷേ അടിപൊളി ഷെയ്ഡാണ്. ഒരു പൗഡറി മൂസ് ലിപ്സ്റ്റിക് ആണ്.
നല്ല ആളേ. ഭയങ്കര ഭയങ്കര സൂപ്പർ ലിപ്സ്റ്റിക് ആട്ടോ ഇത്. നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര നമ്മളൊരു സകല ഇതും ഒരു പിങ്ക് ബ്ലഷും കൂടെ ഉണ്ടെങ്കിൽ ഒക്കെ ഓട്ടാന്ന് വെച്ചാൽ ഒത്രയ്ക്ക് അടിപൊളി സാധനം. നിങ്ങൾക്ക് വ്യത്യാസം കാണിച്ചതുണ്ടോ? ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ ലിപ്സ്. ഇൻസെക്ട് പോലെ ചക്കയിലൊക്കെ പോലെ അല്ലേ ഇത്. ഇനി എനിക്കൊരു ലിപ്സ്റ്റിക്ക് എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഇതിന്റെ ബ്രാൻഡിന്റെ പേര് ഞാൻ പറഞ്ഞുപോയി. പക്ഷെ ഫേമസ് ആയിരുന്നു ഐറിഷ് കോഫി, സ്പാനിഷ് കോഫി എന്ന് പറഞ്ഞിട്ട്. ഞാൻ നോക്കിട്ട് ലവ് എർത്ത് ചൈൽഡോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ബ്രാൻഡില്ലേ, അതിന്റെ ഐറിഷ് കോഫിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഐറിഷ് കോഫി ഉണ്ട്, സ്പാനിഷ് കോഫി ഉണ്ട്. ഇതെന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ആൾ. ഞാൻ ജോലി സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാണ്. ആ ആൾ ഉപയോഗിച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക് ആയത്. അവർക്ക് നല്ലതായതുകൊണ്ട് ഞാൻ മേടിച്ചു. ഓക്കെ, ഇതാട്ടോ ഷെയ്ഡ്. എന്റെ കയ്യിലിരിക്കുന്ന എല്ലാത്തിനും ഏതാണ്ട് ഒരു ഷെയ്ഡാണ്. ഇതും ഞാൻ ഒരു ലിപ് ലൈനറിനെ കൂടിയാണ് ഇടുന്നത്. പക്ഷേ എന്റെ ലിപ് ലൈനർ എനിക്ക് തോന്നുന്നു എന്റെ ഓഫീസ് ബാഗിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതും ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പക്ഷെ നല്ലതാട്ടോ, നമ്മളതിന് ബ്രൈറ്റ് ആക്കുന്ന പിങ്കാ. എനിക്കൊരു ലിപ് ലൈനറും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ. ഇതിൽ ഞാൻ മിക്കപ്പോഴും വെറുതെ ഞാൻ ലിപ് ലൈനർ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ലാക്മയുടെ മൂസ് ചോക്ലേറ്റ് ടെംപ്ടേഷൻ നല്ല ഷെയ്ഡാ, നൈക്ക ചായ്, പിന്നെ ലാക്മേ സങ്കറിയ വീക്കെൻഡ്. അടിപൊളിയാണ് സാധനം. ഇതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്റെ കയ്യിലുള്ള ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ഒരു ഇടിപെട്ട ലിപ്സ്റ്റിക്കാണ്. ഞാനത് എന്റെ അഹങ്കാരം ഞാൻ സ്വിഗ്ഗി വഴി മേടിച്ചതാണ്. പണ്ട് ഞാൻ ഇവിടെ ജോലിക്ക് തന്ന സമയത്ത് തുടക്കത്തിൽ ഇത് ഒരു കാരണവശാലും വേണ്ടി ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിന്റെ പേര് സോഫ്റ്റ്വെയർ. മതി ഇതാട്ടോ ലിപ്സ്റ്റിക്ക്. ഇത് ചേരുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ, ഞാനിടാം. വേറെ ഒരു കാര്യം പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക്ക് ചില സമയത്ത് ഇടുമ്പോൾ ഒരുമാതിരി വാട്ടർ പ്രൂഫ് പോലെയാവും. ഒന്നെങ്കിൽ എന്റെ കൺട്രോളിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്റെ മേലെ ചുണ്ടിൽ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് ലിപ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കാറില്ല, ടു ബി ഓണസ്റ്റ്. എന്നാലും ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു സ്കിൻ ടോണിൽ ഈ ലിപ്സ്റ്റിക്ക് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഷെയ്ഡ് അനുസരിച്ച് നോക്കിയിട്ട് എടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഓഫീസ് ബാഗുണ്ട്, അതിലുണ്ട്. എനിക്ക് ഓർമ്മയില്ല എന്റെ ഓർമ്മയിൽ എന്റെ കയ്യിൽ ഏതാണ്ട് ആ ലിപ് ലൈനർ കിട്ടിയിട്ടുണ്ട്. ചുണ്ടളി പോവാറേ. ഓക്കെ, ഇനി ഇതും ഒരു ലിപ് ക്രയോൺ ആണ്. മാഴ്സിന്റെ ഇതൊരു മിക്കപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് കിടക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആയത്. ഇത് വന്നിട്ട് മാഴ്സിന്റെ സ്പിരിറ്റ്. സൂപ്പർ ലിപ്സ്റ്റിക് ആട്ടോ ഇത്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് റെഡൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾ ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടൊക്കെ ഇടുവാണെന്നുണ്ടല്ലോ തീർച്ചയായിട്ടും സൂപ്പറാ. ഇനി അടുത്ത മണ്ടത്തരമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് കുറച്ച് നാൾ ഇഷ്ടമായിരിക്കുന്നു, പിന്നീട് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ എന്റെ പോളിസി എന്ന് പറയുന്നത് കയ്യിലുള്ള ലിപ്സ്റ്റിക് എല്ലാം തീർന്നിട്ട് മതി, ഇനി അടുത്ത ലിപ്സ്റ്റിക് എന്നുള്ളതാണ് എന്റെ പോളിസി. ലിപ്സ്റ്റിക് മാത്രമല്ല, ലിപ്സ്റ്റിക്, ഡ്രസ്സ്, സ്കിൻ കെയർ, എല്ലാ സാധനങ്ങളും കയ്യിലിരിക്കുന്നത് തീരട്ടെ. അതിന് കുരു വന്നാലും കുരു വന്നില്ലേലും വർത്താലും എടുത്താലും കയ്യിലിരിക്കുന്നത് തീർന്നിട്ടേ ഇനി മറ്റും എന്തുമുള്ളൂ. സസ്റ്റൈനബിൾ ലൈഫ് നമ്മൾ ജീവിക്കാൻ പഠിക്കണം ഗൈസ്. നമ്മൾ യൂട്യൂബിൽ കാണുന്ന പലരും അതിന്റെ പുറകെ ഓടരുത്. എന്റെ കയ്യിൽ ഇപ്പോൾ എല്ലാം കൂടെ മുകളിൽ 9 ലിപ്സ്റ്റിക് ആയിരിക്കും. അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഇത് നമുക്ക് ആദ്യമായിട്ടൊക്കെ ജോലി എടുത്ത് കഴിയുമ്പം നമുക്കൊരു ആക്രാന്തം വരുമില്ല. ഇഷ്ടമുള്ളതൊക്കെ മേടിക്കണം. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം. പക്ഷേ അറ്റ് പോയിന്റ് നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, എന്റെ ആഗ്രഹങ്ങളായിരുന്നു, ഇതൊക്കെ എനിക്ക് നടന്നു കഴിഞ്ഞു. ഇനിയും ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. യുദ്ധം ഒരു സൈഡിൽ, ഗ്യാസ് ഒരു സൈഡിൽ, വെള്ളം ഒരു സൈഡിൽ, എല്ലാ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയമാണ് 10 രൂപ ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കാൻ നോക്കുന്നത്. പക്ഷേ ഞാൻ അതിനെ പറ്റി കാണിച്ചു തരണേ. കാണിച്ചു തരുവാണ്. നിങ്ങൾ ഈ 8 മേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി? ഈ 8 ഏതെങ്കിലും 1 2 മതി. അതിന്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് പാക്കേജ് പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരെണ്ണോ, നിങ്ങൾക്ക് ഡെയിലി ഇടാൻ പറ്റിയ ഒരെണ്ണോ മതി, കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ ഈ ടെംപ്ടേഷൻ കഴിഞ്ഞിട്ട് ടോണ്ടിയാണ് ഞാൻ ഇടുന്നത്. നെയ്ക്ക തീർന്നു. ഇതും ടോണ്ടിയാണ് ഞാൻ ഇടുന്നത്. മതി, എന്റെ ആവശ്യമില്ല. ഓക്കെ, ബൈ ദ വേ, ഞാൻ എവിടെ പോയി? ഇത് നൈക്ക ലക്സിന്റെ സ്പാർക്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡായത്. നല്ലതാണോ എന്ന് ചോദിച്ചാ ഇങ്ങനൊരു സട്ടിൽ ലുക്കിന്, സോറി എനിക്ക് ഇങ്ങനൊരു സട്ടിൽ ലുക്കിന് ഇത് നല്ലതാണ്. ഓക്കെ, ഇനി ഇത് വൃത്തിക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ കച്ച് ഇതാണ് അവസ്ഥ. ഓക്കെ, വെജിറ്റേറിയൻ ലുക്കിൻ്റെ അടുത്തൊക്കെയാണ്. പക്ഷെ കംഫർട്ടിന്റെ കാര്യത്തിൽ എന്റെ ഈ കൂട്ടത്തിൽ 100 ലിപ്സ്റ്റിക്കിലും ഇതിനെ തോപ്പിക്കാനാക്കത്തില്ല. ചുണ്ടിലിട്ടിട്ടുണ്ടെന്നേ അറിയില്ല. ലൈറ്റ് വെയിറ്റ് ഒക്കെ പറഞ്ഞ ഫെദർ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം. മാറ്റ് അല്ല, ഡ്രൈ അല്ല, സ്റ്റിക്കിനെസ് ഇല്ല. നിങ്ങളുടെ ചുണ്ടിനെ ഡ്രൈ ആക്കില്ല, നിങ്ങളുടെ ചുണ്ടിനെ പിഗ്മെന്റഡ് ആക്കത്തില്ല. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊടുത്ത പൈസയ്ക്ക് നല്ല ലാഭമുള്ള സാധനമാണ് ഈ ലക്സിന്റെ ലിപ്സ്റ്റിക്. പക്ഷേ
ഷെയ്ഡ് നട്ടാ നോക്കി മേടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ലിപ് കോംബോ ഇല്ലേ, എന്റെ ഒരു ബ്രൗൺ ലിപ് ലൈനർ, ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ബർഗൻഡി ഷെയ്ഡ്. ഇതായിരുന്നു ആ ഷെയ്ഡ് ബർഗൻഡി. എന്റെ ഓഫീസ് ബാഗിലായിരുന്നു ഈ ഷെയ്ഡ് ബർഗൻഡി, അടിപൊളി ഷെയ്ഡാ. ഈ ബർഗൻഡി ലിപ് ലൈനറും ഞാൻ നേരത്തെ കാണിച്ച ഫേസസ് കാനഡയുടെ ലിപ് ഗ്ലോസും നിങ്ങൾ നോക്കിക്കോ. കണ്ടോ അമ്മേ, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ കോംബോയാണ്. ബർഗൻഡിയും ഈ ലിപ് ഗ്ലോസ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ചേരാത്തൊരു ലിപ്സ്റ്റിക് ഉണ്ട്, ഈ ഒരു ഒറ്റ റിപ്ലൈ മതി എല്ലാം ചെയ്തു. ഞാനത് കാണിച്ചു തരാൻ പറ്റിയത് ഞാൻ നേരത്തെ ഒന്നും കാണിച്ചു തന്നായിരുന്നു. മറ്റേ ഇൻസൈറ്റിന്റെ കോംബോ വെച്ചിട്ട് സെയിം അവസ്ഥയാണ്. അടിപൊളി സാധനം, പക്ഷേ ഇൻസൈറ്റ് സ്റ്റിക്കിയാണ്. പക്ഷേ പേടിച്ച സാധനം ഉപയോഗിച്ച് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. നല്ല ലിപ് ബാം ഉണ്ട്. ഇതിന്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ, ഞാൻ റിവ്യൂ ചെയ്തു. ഇപ്പൊ ഇത് തന്നെ കുറച്ചധികം ഇനിയുണ്ട്. ഈ 4 ലിപ് ബാമിന്റെയും റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇല്ലോ. ഇത്രയുള്ളൂ, വേറൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് ഫാൻസി ഐറ്റംസ് ഒന്നും കാണാൻ പറ്റില്ല ഈ ചാനലിൽ. ഞാൻ എന്തും ചെയ്യുന്നു അത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല, അത് കണ്ടോ, ഒന്നും ഇട്ടിട്ടില്ല. ഈ ചൂട് എന്നെ എണ്ണ പിടിച്ച് പോകാം, എന്റെ കുരുക്കൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ വീഡിയോസ് ഒക്കെ എന്തോടെ കാണാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുവരാൻ